അസ്സലാമലൈക്കും. ഇഷാൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വർത്താനം? അപ്പം നമ്മളിന്ന് തലേ തേക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ആട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇതാ നോക്കിയോളി. എന്തൊക്കെയാണെന്നറിയോ? ചെമ്പരത്തി പൂവാണിത്. ചെമ്പരത്തി പൂവ് ഉണങ്ങിയത് മതി കേട്ടോ. ഉണങ്ങിയത് നമുക്ക് എടുത്ത് നല്ല ഉണക്കി എടുത്തുവച്ചാൽ മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു പച്ച കിട്ടി, അതും ഞാൻ ആ കൂട്ടത്തിൽ ഇട്ടെന്നുള്ളൂ. പിന്നെ ഒരിത്തിരി മൈലാഞ്ചിൻ്റെ ഇല ഒരു നുള്ള് അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ മെയിനായിട്ട് നെല്ലിക്ക, ഉണങ്ങിയ നെല്ലിക്ക കണ്ടോ, ഇതാ നെല്ലിക്ക. പിന്നെ വേണ്ടിയത് ചായപ്പൊടി കേട്ടോ. നല്ല അടിപൊളി പിന്നെ ഒരു തലേ തേക്കണ ഒരു സാധനമാണിത്. ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്താണെന്നറിയോ? ഇത് നമ്മളെ തലക്ക് ഇപ്പോൾ ഈ വേനൽക്കൊക്കെ തണുപ്പിനും ഇത് ഏത് കാലത്തും തേക്കാം. പക്ഷേ മൈലാഞ്ചിൻ്റെ ഇല ഒഴിവാക്കിയാൽ മതി മഴ പെയ്യുമ്പോൾ, തണുപ്പുള്ള കാലത്ത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേശം ചായപ്പൊടി ഇടണം. ഇതുണ്ടോ ചായപ്പൊടി എടുത്ത്. അപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചതാട്ടോ. അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി തേച്ചുകൊണ്ട് ഇന്ന് മുടി നീളാനും പിന്നെ എന്താണ് തല നിരക്കാതെക്കാനും അകാല നിരയൊക്കെ ഉള്ളവർക്ക് മാറാനും പിന്നെ താരം പോകാനൊക്കെ പറ്റിയ സാധനം കേട്ടോ അത്. ഞാനിവിടെ മോക്കുണ്ടാക്കി കൊടുക്കലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്നാണ് തിളച്ചോളും. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? കുറേ ആയില്ലേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. കുട്ടികളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സുഖമല്ല ഇനി മക്കളെ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമുക്ക് സപ്പോർട്ടായി നിൽക്കണം. നിങ്ങളെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ അങ്ങോട്ട് ഇടണം കേട്ടോ, നിങ്ങൾ ചെയ്യണേ. അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം നെല്ലിക്ക ഒന്ന് കഴുകിയിട്ടിടുക കേട്ടോ. കഴുകി വെച്ചതാണ് നെല്ലിക്കട്ട്. ഇതാ ചെമ്പരത്തി പൂവ് ഉണങ്ങിയതാണ് വിചാരിച്ച് കളയണ്ട, ഉണങ്ങിയത് നല്ലതാണ്. കിട്ടാല്ലാത്തവർക്കൊക്കെ എടുത്ത് കൊടുന്ന് ഉണക്കി വെച്ചാൽ മതി കേട്ടോ. ഏത് കാലത്തും നമുക്ക് തേക്കാൻ പറ്റും. പിന്നെ 2 മൈലാഞ്ചിൻ്റെ ഇലയിട്ട് അപ്പോൾ അത് നമ്മൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നെല്ലിക്കൊക്കെ ഒന്ന് തിളച്ച് വേവണം കേട്ടോ. അപ്പോൾ നമുക്ക് ചായപ്പൊടി ഉണ്ട്. ഇത് വലിയൊരു സ്പൂണായതുകൊണ്ട് ഞാൻ അത് അത്ര ഇടും. ഇതൊരു ചെറിയ സ്പൂണിനാണ് ഈ 2 സ്പൂൺ ഉണ്ടാവും. ഇതിന് തിളച്ച് നല്ലോന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം കൊടുത്താൽ മതി. തീ ഒന്ന് കുറച്ചിട്ട്. അപ്പോൾ അത് നമ്മളെ വെള്ളം അതുപോലെ ആയിട്ടുണ്ട് കണ്ട കളറ്. ഞാൻ അരിച്ചിട്ട് കാണിച്ചേരേ. നല്ലൊരു ചുമന്ന കളറായിരിക്കും. പക്ഷേ മൈലാഞ്ചിൻ്റെ ഇല ഇട്ടിട്ടില്ലെങ്കിൽ വേറൊരു കളറാട്ടോ അതുണ്ടാവുക. നല്ലൊരു ചുമപ്പേക്കും. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കളറാണ്. കളറിൽ കാര്യമല്ല, നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഗുണങ്ങളാണ് നോക്കേണ്ടി. അപ്പോൾ അത് ഏകദേശം വെന്ത് നമുക്ക് ഇത്ര മതി. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് ഇത് ഓഫാക്കാം. ഞാനൊരു 10 മിനിറ്റ് തിളപ്പിച്ചിട്ടോ ഓഫാക്കിയിട്ട് ഈ ചൂടാറിയിട്ട് അരിച്ചിട്ട് തലേ തേക്കുക. നല്ല തണുത്തിട്ട് നല്ല പോലെ മുടി ഉണ്ടാവും, നല്ല ഉള്ളുണ്ടാവും. ചെറിയ മുടിയൊക്കെ ഒഴിഞ്ഞു പോയടത്തൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ചീനും കുട്ടികളൊക്കെ കൂടെ കളീൻ്റെ ഇതാണ്, ഒച്ചപ്പാട് അതാണ്. ഒന്ന് അരിച്ചെടുക്കുക. സോന് കേസേറ്റും വരുന്നുണ്ട്. അതാ ഞാൻ അത് അരിച്ചെടുത്ത് നോക്കി. ഇതിൻ്റെ കളറ് വേണ്ട, നല്ലൊരു അടിപൊളി സാധനം കേട്ടോ അത്. നമ്മളൊന്ന് തേച്ചൊക്കെ ഉണ്ട്. ഇതുപോലെ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് മുടിയിലൊക്കെ ആവാൻ വേണ്ടി ഞാൻ കുറച്ചധികം വെള്ളം വെച്ച. നിങ്ങൾക്ക് വെള്ളമൊക്കെ ആവശ്യത്തിനനുസരിച്ച് വെക്കാം. ഇതല്ല എന്താ കളറ് നോക്കി.
നല്ലൊരു സാധനമാണിത്. ഇപ്പോൾ ചായപ്പൊടിയും മൈലാഞ്ചി വേണമെന്നൊന്നുമില്ല, ഇവിടെ ഉള്ളതുകൊണ്ട് രസമിട്ട് പിന്നെ എന്താണ് ചെമ്പരത്തിപ്പൂവും നെല്ലിക്കയും ചായപ്പൊടിയും മതിട്ടോ. നല്ലൊരു സാധനമാണ്. ഇപ്പോൾ അവിടെ എൻ്റെ കളിൻ്റെ ടൈമാണ്, ഇപ്പോഴൊന്നും തേക്കൂല, പിന്നെ അത് ചൂടാറും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി. നമസ്കാരം. അസ്സലാമു അലൈക്കും.